ഇവിടെയാണ് ശ്രുതി ജെൻസനോട് പൊറുക്കാനാവാത്ത ഒരു ചതിയും വലിയ ഒരു തെറ്റും ചെയ്തത്. തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും എന്നോട് വിരോധമോ ദേഷ്യമോ അല്ലെങ്കിൽ നീരസമോ ഒന്നും തോന്നരുത്. കാരണം ഇതെന്റെ വാക്കുകളല്ല. ശ്രുതിയുടെ അതിജീവനത്തെക്കുറിച്ചുള്ള വാർത്തകളുടെയും അല്ലെങ്കിൽ അത്തരം ചില ഇന്റർവ്യൂകളുടെയും ഒക്കെ താഴെ ചെന്നിട്ട് അവിടുത്തെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് നമ്മൾ മലയാളികളിൽപ്പെട്ട വിദ്യാസമ്പന്നരായ സംസ്കാര സമ്പന്നരായ പ്രബുദ്ധരായ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ മലയാളികളിൽപ്പെട്ട കുറച്ചാളുകളുടെ കമന്റുകളുണ്ട്. അത്തരം കമന്റുകളുടെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ തംബ്നെയിലായി ചേർത്തിട്ടുള്ളത്. ശ്രുതി ജെൻസനെ കുറിച്ച് 2 വീഡിയോകൾ മുമ്പ് തന്നെ നമ്മൾ ഈ ചാനൽ വഴി ചെയ്തിട്ടുണ്ട്. ശ്രുതിയെ മലയാളികൾക്കായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാട്ടിലെ മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും അനിയത്തിയും അടക്കം കുടുംബത്തിലെ മുഴുവൻ പേരെയും നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ശ്രുതി വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. 10 വർഷം നീണ്ട ജെൻസന്റെയും ശ്രുതിയുടെയും പ്രണയം വീട്ടുകാർ അംഗീകരിച്ചതോടുകൂടി അവരുടെ വിവാഹം നടത്താൻ ഇരു വീട്ടുകാരും തീരുമാനിച്ചിരുന്നു. ഇരു വീട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി അവരുടെ എൻഗേജ്മെന്റ് നടന്നു. ആരിൽ നിന്നും കടം വാങ്ങാതെയും ലോൺ എടുക്കാതെയും ശ്രുതിയുടെ അമ്മയും അച്ഛനും കൂലിപ്പണിക്ക് പോയി കുറേശ്ശെയായി സമ്പാദിച്ച പണം കൊണ്ട് ചെറിയൊരു വീടും നിർമ്മിച്ചു. ആ പുതിയ വീട്ടിൽ അത്യാധികം സന്തോഷത്തോടു കൂടി പാല് കാച്ചലും ജെൻസന്റെയും ശ്രുതിയുടെയും എൻഗേജ്മെന്റും ഒരേ ദിവസമാണ് നടന്നത്. പക്ഷെ അധികം വൈകാതെ ആ സന്തോഷങ്ങളെല്ലാം കെടുത്തിക്കളഞ്ഞുകൊണ്ട് വീടടക്കം മുഴുവൻ പേരെയും ഉരുളെടുത്തു. എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് പിന്നെ ആകെ ഉണ്ടായിരുന്ന ആശ്വാസം പ്രതിശുദ്ധവരനായ ജെൻസനായിരുന്നു. കഴിഞ്ഞ മാസം ജെൻസനും ശ്രുതിയും കുറച്ച് ബന്ധുക്കളും ഒന്നിച്ചുള്ള ഒരു യാത്രാമധ്യേ കൽപ്പറ്റയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ജെൻസൺ മരണപ്പെടുകയും ശ്രുതിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതോടെ ജീവിതത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ശ്രുതി നമ്മൾ മലയാളികളുടെ എല്ലാം വേദനയായി മാറി. ആൾക്കൂട്ടത്തിൽ തനിച്ചാവുക എന്ന അവസ്ഥയിൽ അകപ്പെട്ടു പോയ ശ്രുതിയെ മലയാളികൾ ചേർത്ത് പിടിച്ചു. പല പ്രമുഖരും വ്യക്തികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും വ്യാപാരികളുമൊക്കെ ശ്രുതിയെ ബന്ധപ്പെടുകയും വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരങ്ങളെ പോലെ എന്തിനും ഏതിനും കൂടെ ഉണ്ടാകുമെന്ന് MLA സിദ്ദീഖും ബോബി ചെമ്മണ്ണൂരും ശ്രുതിയെ നേരിട്ട് കണ്ട് ആവർത്തിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. മോളെ ശ്രുതി, നീ തനിച്ചല്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശ്രുതിക്ക് പിന്തുണ നൽകി. ഇതോടെ താൻ ഒറ്റയ്ക്കല്ലെന്നും തന്നെ ചേർത്ത് പിടിക്കാനും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രിയപ്പെട്ടവർ വേറെയുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ശ്രുതി മെല്ലെ മെല്ലെ നിരാശയുടെ ഇരുട്ടിൽ നിന്നും ജീവിതത്തിന്റെ പ്രതീക്ഷയുടെ വെളിച്ചത്തേക്ക് കടന്നു വന്നു. തുടർന്ന് തന്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ ശ്രുതി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചു. തന്റെ ഭർത്താവാകേണ്ടിയിരുന്ന ജെൻസന്റെ തന്റെ ഇച്ഛായന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചാണ് താൻ ഇനി ജീവിക്കാൻ പോകുന്നതെന്നും ശ്രുതി തുറന്നു പറഞ്ഞു. ചേർത്ത് പിടിച്ച ജെൻസനെ വാഹനാപകടവും കവർന്നു. പൊന്നടയിലാണ് ശ്രുതിക്ക് വീടൊരുങ്ങുന്നത്. ഇതിനായി ഇവിടെയാണ് ശ്രുതി ജെൻസനോട് പൊറുക്കാനാവാത്ത ഒരു ചതിയും വലിയ ഒരു തെറ്റും ചെയ്തത്. അതെന്താന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട അഭിമുഖങ്ങളിലെല്ലാം ശ്രുതി ചിരിച്ച മുഖത്തോടു കൂടിയും വളരെ പ്രസന്നവതിയുമായാണ് കാണപ്പെട്ടത്. ഇത് കണ്ടതോടെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വിഭാഗം മലയാളികളുടെ കുരു പൊട്ടി എന്നുള്ളതാണ് സത്യം. അച്ഛനും അമ്മയും അനിയത്തിയും അടക്കം കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും നഷ്ടപ്പെട്ടു. വിവാഹം കഴിക്കേണ്ടിയിരുന്ന പ്രതിശുദ്ധ വരനും മരണപ്പെട്ടു. ആകെ ഉണ്ടായിരുന്ന വീടും ഉരുളെടുത്തു. അപകടത്തിൽ ഇരു കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇങ്ങനെ അസാധാരണമായ ഒരു ദുരന്തത്തിന്റെ ഇരയായി അവശേഷിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ചിരിക്കാൻ പാടുണ്ടോ? അവൾ കരയുകയല്ലേ വേണ്ടത്? പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിലാകുമ്പോൾ പൊട്ടി കരയുകയല്ലേ വേണ്ടത്? അതിലൂടെ എല്ലാ മനുഷ്യരുടെയും സഹതാപം പിടിച്ചുപറ്റി ശിഷ്ടകാലം ദുഃഖപുത്രിയായി ജീവിച്ചു തീർക്കുകയല്ലേ വേണ്ടത്? ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് പലരും അവിടെ വന്ന് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാളിട്ട കമന്റ് എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ്. മറ്റൊരാളിട്ട കമന്റ് ജെൻസൺ ജീവിച്ചിരുന്ന കാലത്ത് പോലും അവൾ ഇങ്ങനെ ചിരിക്കാറില്ലായിരുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രത്തോളം വൈകൃതമായ ഒരു മെന്റാലിറ്റിയാണ് ഇവരെയൊക്കെ മുമ്പോട്ട് നയിക്കുന്നത്. ഇത്തരം കമന്റുകൾ ഇടുന്നവരൊന്നും മോശക്കാരല്ല. എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്, ലോക പരിജ്ഞാനമുള്ളവരാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 90കൾ വരെ നമ്മുടെ മലയാള സിനിമയിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളിലും ഓപ്പോൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടാകാറുണ്ട്. ഒന്നുകിൽ ഈ കഥാപാത്രം നായകന്റെ മൂത്ത സഹോദരിയായിരിക്കും, അല്ലെങ്കിൽ നായികയുടെ മൂത്ത സഹോദരിയായിരിക്കും. എന്തായാലും ഈ കഥാപാത്രത്തിന്റെ കഥാപശ്ചാത്തലം കണ്ണീരും കിനാവും അടങ്ങിയ ഒരു ലോകമായിരിക്കും. ഒരിക്കലും ചിരിയോ സന്തോഷമോ ആ കഥാപാത്രത്തിന് ഉണ്ടാവാറില്ല. ഭർത്താവ് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയോ ചെയ്യുന്നതായിരിക്കും ഈ കഥാപാത്രം. അങ്ങനെ ജീവിതകാലം മുഴുവൻ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തും വീട്ടിൽ വരുന്നവരെയൊക്കെ ഊട്ടിയും ജീവിതകാലം മുഴുവൻ തള്ളി നീക്കുക എന്നുള്ളതാണ് ആ കഥാപാത്രത്തിന്റെ ജോലി. നാട്ടിൽ പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാവും.
ക്ഷേത്രങ്ങളിൽ പൂരങ്ങളോ ഉത്സവങ്ങളോ ഉണ്ടാവും, അല്ലെങ്കിൽ നാട്ടിൽ പള്ളിപ്പെരുന്നാൾ ഉണ്ടാവും. അതിനൊക്കെ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ പുതിയ ഡ്രസ്സുകൾ വാങ്ങുക, നല്ല രീതിയിൽ കുളിച്ചു ഒരുങ്ങുക. പക്ഷെ ഇതൊന്നും ഈ കഥാപാത്രത്തിന് ബാധകമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ തന്നെ എപ്പോഴും എല്ലാ സന്തോഷങ്ങളിൽ നിന്നും അകന്ന് വീട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുകയാണ്. മറ്റുള്ളവരൊക്കെ പരിപാടിക്ക് പോകുമ്പോഴും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അവിടെ നടക്കുന്ന പാട്ടുമൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് കേട്ട് കണ്ണീരണിഞ്ഞ് കുനിഞ്ഞിരുന്ന് കരഞ്ഞും കമഴ്ന്നു കിടന്ന് കരഞ്ഞും ജീവിതം എപ്പോഴും ഒരു ശോകമൂകമായ അന്തരീക്ഷത്തിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ കഥാപാത്രത്തിനെ നയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഈ പറയപ്പെട്ട രീതിയിൽ കമന്റുകൾ ഇടുന്നവരും ശ്രുതിയെ കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കുറ്റിയിൽ ജീവിതകാലം മുഴുവൻ ശ്രുതിയെ കെട്ടിയിടുക അല്ലെങ്കിൽ തളച്ചിടുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു മനോഭാവം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശ്രുതി കൊടുത്ത എല്ലാ ഇന്റർവ്യൂകളും പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്ടകാലം തന്റെ ഇച്ഛായന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ഛായന് സ്വന്തമായിട്ടൊരു ചെറിയ ബിസിനസ് ഉണ്ട്, അത് നോക്കി നടത്തുക. അതിനോടൊപ്പം എനിക്കും ഒരു ജോലി കണ്ടെത്തേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ എനിക്കും തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് ശ്രുതി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ശ്രുതി നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മൾ ശ്രുതിയുടെ ഈ അവസ്ഥയിൽ മലയാളികൾ ശ്രുതിയെ സ്നേഹിക്കുകയും ശ്രുതിക്ക് എല്ലാത്തരം സഹായങ്ങളും വാഗ്ദാനം ചെയ്യുമ്പോഴും അവരെ ചേർത്ത് പിടിക്കുമ്പോഴും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ആരുടെയും സഹതാപം പിടിച്ചു പറ്റാതെ അന്തസ്സായി ജോലി ചെയ്ത് ഈ സമൂഹത്തിൽ തല ഉയർത്തി നിന്ന് തന്നെ ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശം ശ്രുതി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് കമന്റുകൾ ഇട്ട് ആ കുട്ടിയെ മനം പഠിപ്പിക്കുന്ന രീതിയിൽ ദുഃഖപുത്രി പരിവേഷം നൽകി ഓപ്പോൾ കുറ്റിയിൽ കെട്ടാൻ നടക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇനിയെങ്കിലും അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട ശ്രുതി സഹോദരി, ജീവിതം തിരമാലകളും തിരശീലകളും നിറഞ്ഞൊരു കടലാണ്. ആ കടൽ നീന്തിക്കടക്കുമെന്ന് നീ ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ചിരിച്ച മുഖത്തോടെ പ്രസന്നവതിയായി ജീവിതത്തെ നേരിടുക. ഓൾ ദ ബെസ്റ്റ്.